Let's game. Hey guys, welcome back to Bensi Sunil YouTube channel. അപ്പോൾ guys again നമ്മൾ വന്നിരിക്കാൻ നിങ്ങളുടെ ഫേവറേറ്റ് ഉള്ള അറിയാൽ FC മൊബൈലാണ് guys നമ്മൾ കളിക്കാം. അപ്പോൾ guys വീഡിയോ ലൈക്ക് ചെയ്തില്ലെങ്കിൽ അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഇപ്പോൾ തന്നെ ചാനൽ അങ്ങോട്ട് അടിച്ചു പൊളിച്ച് കളിക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. അറിയാൽ റോഡ് ടു 3K സബ്സ്ക്രൈബേഴ്സ് ആണ്. അപ്പോൾ guys നേരെ വീഡിയോയിലേക്ക് പോകാം. ലെറ്റ്സ് ഗോ. അപ്പോൾ ഗൈസ് നമുക്ക് പെട്ടെന്ന് തന്നെ കളിക്കാം. എന്താണെന്ന് അറിയാമോ, നമ്മുടെ ക്യാപ്റ്റൻ നേരത്തെ കഴിഞ്ഞ വീഡിയോ നമ്മൾ ഇട്ടായിരുന്നു. ക്യാപ്റ്റൻ ബെല്ലയായിരുന്നു ഗൈസ്. ഇന്നലെ നമ്മൾ വീഡിയോ ഇട്ടായിരുന്നു. ഇന്നലെ ഇട്ടില്ല. ഇന്നലെ ഞായറാഴ്ചയായിരുന്നു. ഞായറാഴ്ച നമ്മൾ ഇട്ടില്ല ഗൈസ്. ഇപ്പോൾ 15-ാം തീയതി ഇൻഡിപെൻഡൻസ് ഡേയുടെ ഒന്ന് നമ്മൾ ഇട്ടായിരുന്നു. ഓക്കെ, ഫസ്റ്റ് തന്നെ എന്താണ് പരിപാടി? ഇത് അക്സെപ്റ്റ് ആണല്ലോ. മൊത്തത്തിൽ ഫ്രണ്ട് റിക്വസ്റ്റ് വന്നേക്കണേണ്. ഓക്കെ, ഇതില് അക്സെപ്റ്റ് അക്സെപ്റ്റ് അക്സെപ്റ്റ്. ഓക്കെ ഗൈസ്, അപ്പോൾ എക്സ്ചേഞ്ച് ചോറന്ന് സ്റ്റോറ് പ്രത്യേകിച്ച് വലിയ ഇതൊന്നും പരിപാടികളൊന്നും ഇല്ലെന്ന് തോന്നുന്നു. പി എസ് ജി എന്താണ് സെറ്റപ്പ്? പി എസ് ജി ഇതാടാ കളക്ട് ചെയ്ത് ഇതൊക്കെ കിട്ടുമെന്നൊക്കെ പറയണ്ട്. ഇത് റാങ്കപ്പടാണോ? റാങ്കപ്പല്ല, 15 120 ആക്കാം. പോർച്ചുഗൽ പ്ലെയർ ആണ് ഇത്. പോർച്ചുഗൽ പ്ലെയർ. അടുത്തത് ഫ്രാൻസ് ഡെംബലെ. നമുക്ക് കളിച്ചാലോ ഗൈസ്? എന്തായാലും അതിക്ക് മുമ്പേ നമ്മൾ റിയൽ മാഡ്രിഡ് കളിച്ച് നമുക്ക് ജേഴ്സിയും കിട്ടി, സ്റ്റേഡിയവും കിട്ടി. അതിക്ക് മുമ്പേ ഉള്ളത് ഇടത് ഇടതൊന്നും കിട്ടണില്ലല്ലോ. എന്ത് പറയാനാണ് ഗൈസ്, കിട്ടണ്ടേ? കളിക്കാം. ഓക്കെ, നമുക്കിതൊന്ന് കളിച്ച് നോക്കാം. ഓ ഗൈസ്, ഇതാണോ? അത് ഈസി ആയിരുന്നു. അതും ഈസി. അതും പൊളിച്ചടോ, പൊളിച്ചടുക്കി. ലെറ്റ്സ് ഗോ ഗൈസ്. 4 ട്രൈയില് 4 അടിച്ചിട്ട്. അപ്പൊ ഒരു 1000 വെച്ച് കിട്ടിയപ്പ ഡയമണ്ട് 20 വെച്ച് കേറണ്ടട്ടാ. അതൊരു നല്ല കാര്യം തന്നെയാടാ. റിമൈനിങ് ഇപ്പൊ ചെയ്യാം. ബാബാ പ്ലെയർ കിട്ടി. കൊള്ളാം, നൈസാണല്ല. ഞാൻ കിട്ടൂല എന്നും പറഞ്ഞാണ് ഗൈസ് ഇരുന്നേച്ചത്. ഗൈസ് ഇത് കംപ്ലീറ്റ് ആയ? ഇത് കംപ്ലീറ്റഡ് ആയി. 1v1 ഷൂട്ട്. അത് കിട്ടൊരു മാച്ച് ഉണ്ട്. ഇതും കളിക്കാം നമുക്ക്. ഇതെന്താണ് 1v1 എന്താ ഉദ്ദേശിച്ചേക്കണേന്നൊന്ന് നോക്കട്ടെടാ. നോക്കട്ടെ ഗൈസ്. ഇനിയിപ്പോ വീഡിയോ ഇനി നാളേക്ക് ഇടാൻ പറ്റുമോന്നും അറിയില്ല. ഇന്ന് തന്നെ ലേറ്റ് ആയിട്ടായിരിക്കും വീഡിയോ വരുന്നത്. എക്സാം കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും അടിച്ച് പൊളിച്ച് വീഡിയോ ഇടൽ അങ്ങോട്ട് തുടങ്ങും. കിണ്ണം കാച്ചായിട്ട് വീഡിയോ ഇടും. അത് അത്രേ ഉള്ളൂ ഗൈസ്. എക്സാം കഴിഞ്ഞാൽ പിന്നെ സീനില്ല. ഓണപ്പരീക്ഷ അങ്ങോട്ട് തീരണോടാ. അങ്ങനെ മേസി കംപ്ലീറ്റ് ആയി. 3 ട്രൈ മതി. 2000-ന് മേളിലെടുത്ത് 20 ഡയമണ്ട് വെച്ച് കിട്ടണം. നല്ല കാര്യം കേട്ടോ. അടുത്തത് പ്ലെയർ കിട്ടാൻ ചാൻസ് കുറവായിരിക്കും. ഇത് കംപ്ലീറ്റഡ് ആയി. ഇതാണ് വന്നത്. നമുക്ക് ഇനി ഒരു മാച്ച് ഉണ്ട് കേട്ടാ. എന്താണ് ഫസ്റ്റ് ഹാഫ് 30-ാം മിനിറ്റില് 3-3. അത് കൊള്ളാലോ. 3-3 ഹാരി കെയ്ൻ, ഡിയാസ് നമ്മുടെ അടുത്തുണ്ടാ. ബാക്കി എല്ലാ പ്ലേയേഴ്സും ഇല്ലട്ടാ. ബാക്കി 1 2 3 4 5 പ്ലേയേഴ്സ് ഇല്ല. എന്തായാലും കിട്ടില്ലോണ്. നമുക്കെന്താ ഡിയാസ് ലക്കിന് കിട്ടിയതാണോ ഡിയാസൊക്കെ? ദേടാ നമ്മുടെ ഡിയാസ് കുട്ടൻ. ബെല്ലയാണ് ഇപ്പൊ ക്യാപ്റ്റൻ. നമ്മള് നേരത്തെ വീഡിയോയിൽ എന്തോ മത്സരം നടത്തി ബെല്ലേനെ ക്യാപ്റ്റനാക്കി. എൻട്രിക്കാണ്. ബാസ്റ്റു നെയ്മ എൻട്രിക് സ്റ്റിൽ എൻട്രിക് ഓടോ എൻട്രിക്ക്. അത് നൈസ് ട്രൈ ആയിരുന്നു കേട്ടോ. അത് പൊളിക്കുന്ന. അത് നമുക്ക് നല്ലതാന്ന് പറഞ്ഞു കൊടുക്കേണ്ടി വരും.
എടാ അത്ര ഷൂട്ട് വേണ്ടായിരുന്നടാ. ഡിയാസ് ബെല്ലടോ ക്യാപ്റ്റൻ ബെല്ല പൊളിച്ചട്ടോ. അപ്പൊ ഫസ്റ്റ് ഹാഫായി. കലൂരിനെ കയറ്റി കളിച്ചാലോ? വേണ്ട വേണ്ട, അവിടെ തന്നെ നിൽക്കട്ടെ. കലൂലൊക്കെ അവിടെ നിൽക്കട്ടെ. ബെല്ല ക്യാപ്റ്റൻ ആയതുകൊണ്ട് കിടിലം കളിയാണല്ലോ അല്ലേ? സത്യം കഴിച്ച. ഓ നെയ്മ നെയ്മ സ്റ്റിൽ നെയ്മ. എടാ അതെങ്ങനെയാണ് ഓഫ് സൈഡ് ആവണ? ബെല്ല 2 ആണോ? ജെസി നമ്പർ ഞാൻ എങ്ങനെയാണ് കൊടുത്തേക്കണം? പാസ് 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 പാസ്. ഡിപ്പോ പാസ് ടു എൻട്രിക്. എൻട്രിക് പാസ് ടു വിനി. അല്ല വിനി അല്ല, നെയ്മ. ബെല്ലെ 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 ബെല്ലയുടെ ഒരു ശ്രമം നടത്തുന്നു, പക്ഷെ അത് പാഴായിപ്പോയി. കലുലു പാസ് ടു ഡിപ്പോൾ. നെയ്മ ഓ മിസ്സാക്കി കളഞ്ഞു. ഡിപ്പോ ഓ ഓടാ ഒമ്മാരി കംബാക്ക് അടിക്കാനുള്ള പരിപാടിയിലാണെന്ന് തോന്നുന്നു. ഓക്കെ നൈസ്. ഡിയാസ് പാസ് ടു എൻട്രിക്. എൻട്രിക് 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 സ്റ്റിൽ എൻട്രിക് 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 ഗോൾ ഗോൾ. നോ ബെല്ലെ ബെല്ലെ ബെല്ലെ. എൻട്രിക് സ്റ്റിൽ എൻട്രിക് എൻട്രിക് ഓ ബെല്ലെ ബെല്ലെ. ഒമാരടിക്കാനൊന്നും നോക്കണം. അറ്റാക്കിങ് കളിയടോ ഒട്ടന്മാര്. കെമിൻ ജെയ് പാസ് ടു നെയ്മ. നെയ്മ സ്റ്റിൽ നെയ്മ. നെയ്മ നെയ്മ ഡിപ്പോ സ്റ്റിൽ ഡിപ്പോ ഡിപ്പോൾ. ഓടോ 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 ഓടോ. ഡിഫൻസ് ചെയ്യടാ ഡിഫൻസ് ചെയ്യടാ. പേടിയാണ് പേടിയാണ്. എടാ 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 അവന്റെ കാലിൽ തന്നെ ഇട്ട് കൊടുക്കല്ലേടാ പൊട്ട. ഓ കെമിൻ ജെയ്. നെയ്മ ഡിപ്പോ എൻട്രിക്. ഓടോ 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 ഓടോ. നെയ്മ പാസ് ടു ഡിയാസ്. ഡിയാസ് എൻട്രിക്. കത്തിക്കളിയാണോ? ഭയങ്കര കത്തലാണ്, പവറാണ്. ഡിപ്പോ സ്റ്റിൽ ഡിപ്പോ 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 കിട്ടില്ല ഒരു ഡീപ്പോളുടെ കിണ്ണങ്ങാച്ചി ഗോള്. നെയ്മ എടുക്കാൻ പറ്റിയില്ല. കളി കഴിഞ്ഞ് ആറങ്ങാട്ട്. അത്രേ ഉള്ളൂ, തോപ്പിച്ചു കൊടുത്ത്. പൈസ അതും കഴിഞ്ഞ്. ഓക്കെ 20 ഡയമണ്ട് അല്ലേ? ഡ്രോ നിക്കാം. നേരെ ഒന്നും നോക്കില്ല, ഒറ്റയടിക്ക് ഞെക്കി. കിട്ടില്ല ജേസി കിട്ടി. FC ബ്രയൻ വായിക്കാനും കിട്ടിയില്ല. കഴിഞ്ഞ കഥം കുറച്ചു നേരം എടുക്കും. അപ്പൊ നമുക്ക് PSG ഒന്ന് കംപ്ലീറ്റ് ചെയ്യാം. PSG നമുക്ക് ശ്രമിക്കാലോ. PSG എന്താണ് ഒരു 1v1ഉം പിന്നെ ഒരു മാച്ച്, എന്തൊരു സ്കിൽ ഗെയിം ഒക്കെ ഉണ്ട്. എംബാപ്പ ഉണ്ടോ? എംബാപ്പ ഇല്ല.
ഓക്കെ, നൈസ് പ്ലേയേഴ്സ് ഒക്കെ തന്നെ. ജേഴ്സി ഒന്നും കിട്ടൂല. ആ ജേഴ്സി ഉണ്ടോ തേടാ. PSG 2024-25 കൊള്ള. ഈ പുതിയ തന്നെ, ഈ കൊല്ലത്ത് എന്ന് പറയാൻ പറ്റൂല. ഓക്കെ, നമുക്കിത് എന്താ കിട്ടണ? 20 ഡയമണ്ട് തന്നെ, കുഴപ്പമില്ല. ഡയമണ്ടും വേണം നമുക്ക്, അത്യാവശ്യമൊക്കെ തന്നെയാണ്. ബെല്ലതേടാ റൈറ്റ് വിങ് കൊള്ളാല. ഓ ഇതാണാ മേസി. നമുക്കൊരു പൊട്ടം കളിപ്പിക്കാം. അങ്കർമസി. അത് പൊളിയായിരുന്നു. പോയി എടുക്കടാ. എടാ തോറ്റില്ലടാ. അങ്ങനെ താഴത്തില്ലടാ. എടോ താഴുന്നടാ. എവിടെ കുറച്ച് സ്കില്ലൊക്കെ എടുത്ത് ഓവർ പട്ടിഷോ ഇറക്കിയതാണ്. ചമ്മിപ്പോയി. ഏഷ്യൻ കപ്പ് സൗദി അറേബ്യ 2027 എന്താടാ അങ്ങനെ? അടുത്ത കൊല്ലം. വാടാ ടീം മെസ്സി. അടുത്തടി സീനായിരിക്കോട്ടാ. ഞാൻ പട്ടിഷോറൊക്കെ കളിക്കാൻ പോണേ. വെറൈറ്റി അല്ലേ കണ്ടാ? 3000 അടുത്തെത്തി. താട ആ തന്നോളണം. എനിക്ക് ആകാംക്ഷ കുറച്ച് കൂടുതലാണ്, അതുകൊണ്ട് എന്തായാലും ഇതെടുക്കാം. ഓ നൈസ്. അതേതാടാ ഏറ്റവും റാങ്കപ്പാണോ? എടാ 5 റാങ്കപ്പ് ചെയ്തേക്കണേടാ. സ്റ്റാമിന സ്കിൽ മൂവ്സ് എല്ലാം ഓക്കെയാണ്, കുഴപ്പമില്ല. സ്ട്രൈക്കറാണോ? നൈസ് തന്നെ. ഓ ഇത് മാച്ചാണ്. മാച്ച് നമുക്ക് കളിക്കണ മുമ്പ് ഇത് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് മാച്ചൊക്കെ കളിച്ചാൽ പോരെ. ഞാൻ ഈ വീഡിയോ ഒന്ന് കട്ട് ചെയ്യോട്ടോ. ഇത് കട്ട് ചെയ്യാനായിട്ട് അത്രക്കില്ല. വേണ്ട. അത് ഓക്കെ. എടാ അത് പോയടാ. അതും പോയടാ. കൊളു ഇപ്പൊ എന്ത് പറ്റിയെന്നോ എനിക്ക്. അതൊക്കെ പക്ഷെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ട്രൈ ഉള്ളൂ. ഓക്കെ, അത് കുഴപ്പമില്ല, നൈസായിരുന്നു. ഒരു മിനിറ്റ്. ഓക്കെ, അടുത്തത് ചെയ്യാം. പ്ലെയറെ കിട്ടിയ കൊള്ളായിരുന്നു. 300 ജമ്പ്. കൊള്ളാം. ലാസ്റ്റ് തന്നെയാണ്. ഇതെന്താ ഇത്? കൊള്ളാട്ടുള്ള പരിപാടി. ഇനി മാച്ച് ആണ് സുഹൃത്തുക്കളെ. എനിക്ക് ഞാൻ വെരി എക്സൈറ്റഡ് ആണ്. ഇതുവരെയായിട്ട് നല്ല ഐറ്റംസ് ആണ് കിട്ടിയേക്കണേട്ടാ. ഇപ്പൊ നമുക്കിനി മാച്ച് കളിക്കാം. ഓക്കെ, 30 മിനിറ്റില്ല. നേരത്തെ നമ്മൾ കളിച്ചോല്ലോ, അത് 3-3 തന്നെ. ആ സെയിമാ. സ്ട്രൈക്കർ ആണെങ്കിൽ ഇൻട്രിക്ക് മാറും. അപ്പം അങ്ങനെയാണെങ്കിൽ സ്ട്രൈക്കറാവന്നെങ്കിൽ ഇപ്പം നമുക്കിപ്പോ പ്ലെയർ ഇല്ലേ ഓസില, അവനാന്ന് തോന്നുന്നു. ആ പ്ലെയർ ആണെന്ന് തോന്നണ ഗസ്റ്റ് മറന്നുപോയി. അവിടെ എൻട്രിക്ക് വിഷയം. ആ പൊട്ടന്മാര് കയറി വന്നില്ല. അറ്റാക്കിങ് വെക്കടാ. സ്ട്രൈക്കർ വെക്കടാന്ന്. ഗോൾ കീപ്പർ എന്താടാ? എന്ത് വിഷയമാണ്? പൊട്ടന്മാര് മാറ. ചേടാ താട. എടാ ബോള്
എന്തൊട്ട് കോർണറാണത്. ഓരോ മണ്ടത്ര എടാ ബുഫോണെ പിടിക്കാണ്ട് താടിങ്ങാട്ട്. ഈ ബുഫോണെ കൊണ്ട് ചില സമയത്ത് അതെ പാതിക്കെ കളിക്കും. ഓ നൈസടാ, അത്രയുള്ളൂ. നൈസ്. അപ്പോൾ ഈ മൂവായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഹാഫ് ടൈം ലീഡിങ്ങിലാ. അലൂലൂലൂലു വേണ്ട വേണ്ട വേണ്ട, അവിടെ തന്നെ നിന്നോ, എങ്ങാട്ടും പോണ്ട. ഇനി ഇങ്ങാട്ട് ഗോളടിക്കണം. എടാ സ്റ്റക്കാവല്ലേ, ഗെയിം സ്റ്റക്കാവല്ലേ. കാരണം സ്റ്റക്കാവില്ലേ എന്ന് പറയുമ്പോൾ സ്റ്റക്കാവും, എപ്പോഴുള്ളതാണല്ലോ. എടാ സ്റ്റക്കാവല്ലേ കല്ലുലു. എടാ എന്ത് കട്ടടാ, കട്ട കുത്തി കളിക്കണ്. എടാ കട്ട കുത്തി കളിക്കല്ലേ, കട്ട കുത്തി കളിക്കല്ലേ, എന്തൊരു കട്ടത്തരം. കട്ടൻ കാപ്പി. ഡിയാസ് പാസ്വൻട്രിക് ഓട്ടോ മാറങ്ങാട്ട്. എടാ മമ്മാര് വല്ലാത്ത ശല്യമുള്ളൂ. കെവിൻ ജെയ് എൻട്രിക് അങ്ങനെ എൻട്രിക്. ഇത് കളി 5-3 അല്ലെങ്കിൽ 5-3 അല്ല 4-4 വല്ലതാവും. ഇവന്മാര് കുറച്ചധികം വിഷയമാണ് ഇപ്പോൾ. ഗോളല്ലേ ഇവിടെ ജസ്റ്റോടെ ഞാൻ ലെറ്റ്സ് ഗോ പറയാൻ പോയതായിരുന്നു ഗോൾ അടിച്ചിട്ട്. നിങ്ങൾക്ക് ചിലപ്പോൾ കേൾക്കാൻ പറ്റും ഉപ്സ് ബാറ്ററി ലോ എന്നൊക്കെ പറഞ്ഞ്. ആ മൈൻഡ് ആക്കണ്ട, അതിൻ്റെ ഹെഡ്ഫോണിൽ ചാർജ് ചെയ്യാൻ മറന്നു പോയടാ. എടാ കട്ട കുത്തി കളിക്കല്ലേ. ലെറ്റ്സ് ഗോ. ഇനി സീനില്ല. ഇത് ജയിച്ച്. ഡീപ്പോൾ ഇപ്പൊ ഭയങ്കര സീനാണല്ല. ഡീപ്പോള് നൈസാണ്ടോ. ഡീപ്പോൾ അത്യാവശ്യമല്ല, ഇപ്പൊ നല്ലതായിട്ട് കളിക്കണം. നെയ്മറിന് ഇപ്പൊ എന്ത് പറ്റിയെന്നാവോ. നെയ്മറിന്റെ പ്രൈമൊക്കെ പോയാ. നെയ്മറിന് ഡിഫൻഡേഴ്സൊക്കെ അത്യാവശ്യം നെയ്മർ ഇങ്ങനെ അസിസ്റ്റൊക്കെ കൊടുത്ത് നടക്കണമായിരുന്നു. നെയ്മർ അടിയടാ അത്ര ഫാൻസ് അങ്ങോട്ട് ഇളകട്ടെ. നെയ്മർ സീനാണ്. നെയ്മർ അടിച്ചടോ ഒരെണ്ണം. ബ്രസീൽ താരമായ നെയ്മർ ജൂനിയർ. ബ്രസീലിന്റെ താരം നെയ്മർ വൈബാണ്. ബാടാ ഓടോ നെയ്മറേ. അടാ നെയ്മറേ. എടാ നെയ്മർ അസിസ്റ്റ് ഉണ്ടായിരുന്നാ. നെയ്മർ ഓടിയവന് കയ്യൊക്കെ അടിക്കണം. ഞാൻ അസിസ്റ്റ് കൊടുത്തോണ്ട് ഇവരടിച്ച്. നെയ്മർ സത്യം പറഞ്ഞാൽ അടിക്കായിരുന്നു. ആ 7-3 ആ 3 ഗോളൊന്നായിരുന്നു. 4 അടിച്ചു. 4 ഗോൾ അടിച്ചാ. ഓ നമ്മൾ അറിഞ്ഞില്ലല്ലോ 4 ഗോൾ അടിച്ചെങ്ങനെ. ഇതെല്ലാം അത് കംപ്ലീറ്റ് ആക്കി ഗൈസ്. പ്ലെയറിനെ കിട്ടിയ മോനെ ഓസില അവനാന്ന് തോന്നുന്നു. ആ പ്ലെയറിനെ കിട്ടിയ മോനെ നമ്മുടെ ടീം പൊളിക്കും. എന്താടാ മാച്ചസ് കംപ്ലീറ്റ് ആക്കിയെന്ന് എന്തൊക്കെയോ പറയുന്നുണ്ട്.
ഗായ്സ് ഞെക്കാൻ പോണേ. 3, 2, 1 ഗോ. ഓടാ ജംസാടാ കിട്ടിയത്. ലക്കില്ല. ജമ്മ എവിടെയാടാ? ദേ തീർന്നാടാ. ഡംബലാടാ, ഊസിലല്ല. ഊസിലതിന് വലിയ ഇല്ലല്ലേ? ഉണ്ടല്ല, ഇതല്ലേ ഇതായിരിക്കുന്നു. ഇതാണോ? പക്ഷെ എനിക്ക് ഇതിനെ കുറിച്ച് വലിയ പിടുത്തൂല. ഞാൻ മറന്നുപോയടാ. ഇതിലുണ്ടോ? ആ ഇതില് കണ്ടിട്ടാടാ. എന്റെ ബുദ്ധിയൊക്കെ പോയി. ഞാൻ ഇത് കണ്ടിട്ട് ഞാൻ വിചാരിച്ചേ ഡംബല്. സോറി ഗൈസ്, ഡംബലാണ്ടാ. സോറി, എനിക്ക് തെറ്റിപ്പോയി ഗൈസ്. ഡംബലാണ് ഡംബല്. എടാ ഡംബല്. ഓക്കേ, അങ്ങനെ ഡംബല് പോയി. മെഡലും കഴിഞ്ഞു. ഇതേതാണോ? ഏഷ്യൻ കപ്പാ, ഇന്തോനേഷ്യ. ഇത് ഓ എടാ, നല്ല പൊട്ട പ്ലെയർ കിട്ടോടാ. വേണ്ട, താല്പര്യമില്ല. മാച്ച് കളിച്ചട പ്ലെയറെ കിട്ടാൻ വേണ്ടി റാങ്ക് അപ്പ്. കൊള്ളാലോ, പരിപാടിയുള്ള. ഇത് കൊള്ളാം. നമുക്ക് ഈ പ്ലെയറിന് വേണ്ടി കളിച്ചാലോ ഗൈസ്. എടാ ഇവിടെ നിന്ന് ഒന്നേന്നോട്ട് കളിക്കണോ? ഒന്നും കുഴപ്പമൊന്നുമില്ല. ആടെ ഒന്നേന്നോട്ട് കളിക്കണം. കുഴപ്പമില്ല. വാ ഇതൊക്കെ കളിക്കണം. എനിക്ക് എന്ത് ഇന്തോനേഷ്യയുടെ എന്തുവാണ് ഇങ്ങോട്ട് ഇത് കളിച്ചിട്ട് ഇതൊക്കെ കളിക്കണം. ഓക്കെ ബാ കളിക്കാം. ലെറ്റ്സ് ഗോ. എടാ അതുപോലെ സ്കില്ലിന്റെ ഗെയിമാണോ? സ്കിൽ ഗെയിമാണെന്ന് തോന്നുന്നു. മാച്ച് അതന്നെ. ഇപ്പൊ ഒന്ന് കംപ്ലീറ്റ് ആക്കട്ടെ. നമ്മളൊന്ന് കംപ്ലീറ്റ് എനിക്ക് കളറുമുള്ള എനിക്ക് ഇഷ്ടപ്പെട്ടെ. നമുക്ക് എന്താണ്, ഒരു മിനിറ്റ്, ഇതുപോലെ മേടിക്കാനാണോ? എക്സ്ചേഞ്ച് ആണോ? നൈസ് പ്ലേയേഴ്സ് ഉള്ളു, കുഴപ്പമില്ല. അടുത്തത് കളിക്കണം. മാച്ചാണ് ഇനി. ഇത് കളിക്കട്ടെ. നമ്മളെന്ത് ഇന്തോനേഷ്യൻ ടീമാണ്. ഒന്ന് നമ്മുടെ OVR കുറവാണല്ലോ, എന്താന്നാവോ? അത് നോക്കിയിട്ട് പ്ലേയേഴ്സ് എല്ലാം വേറെ ഉണ്ടാണ്. കളിക്കട്ടെ. ആ മാച്ച് കംപ്ലീറ്റ് ആക്കി 3 മുട്ടയിൽ തോപ്പിച്ചു. ഇനി അടുത്തത് 1 ഗോള് നമുക്കും എതിർ ടീമിന് 2 ഗോളാണ്. അത് എത്ര മിനിറ്റിലാണ് തുടങ്ങുന്നത് അറിയില്ലല്ലോ. കാണിച്ചുതരാം. ഓക്കെ, ടീമോട് റെഡിയാണ്. സബ്സ്റ്റിറ്റ്യൂഷൻ ആർക്കുണ്ടോ നോക്കണമല്ലാണ്. അതായത് സൗത്ത് കൊറിയ കേട്ടാ. 60-ാം മിനിറ്റിലുണ്ട്. നേരത്തെ തുടങ്ങിയ മിനിറ്റിൽ തന്നെ ദേടാ ഓട്ടോമാറ്റിക്കലി ആയിട്ട് കളിക്കണോ? ഇത് മുന്നോട്ട് ഇത് കളിക്കാൻ ഇഷ്ടമല്ല. വെറുതെ നമ്മളിങ്ങനെ കളിയാവുന്ന കാണുകയും ചെയ്യണം. കളിയുള്ള പിന്നെ നമ്മൾ ക്ലാസ്സിലായാലും അവിടെ വന്ന് മിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് 2 ഗോളാണ് ഓട്ടോമാറ്റിക്കലി ആണ്. സണ്ണാണ് അടിക്കണേ. പെനാൾട്ടി.
ഇതെന്താണ്? ഒത്തിരി അവിടെ എനിക്കൊക്കെ കിട്ടിയ ഇതിൽ നോക്കിയാണ് നമ്മുടെ പ്ലെയറിന്റെ കൂടിയാ നോക്കി. ജയിക്കണം. ഇത് നിങ്ങൾ ഫുള്ളായിട്ട് കണ്ടോടാ. വീഡിയോ പോസ്റ്റ് ചെയ്ത് കളിക്കുക വർത്താനം നിങ്ങളോടെ ഗമ്മാരി പിന്നിലും അറ്റാക്കിങ് കളി കുഴപ്പമില്ല. ഓടും ഞാൻ പറഞ്ഞോണ്ട് എന്റെ ആരെങ്കിലും നമ്മുടെ ടീമിനെ രക്ഷിക്കണം. ഇത് നല്ലവനായാലും നല്ലൊരു ടീമിലെല്ലാവരും ഇതാണ് ഇങ്ങനെ കളിക്കണം. കഴിവില്ല കളഞ്ഞ എക്സ്ട്രാ ടൈം പിന്നെയും ഗോളെങ്കിലോ ടീമോടോ കളിക്കോടോ. മെസ്സി 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 കൊടു. പെനാൽറ്റിയിലേക്ക് പോകുന്നുണ്ടോ? കളി ഇങ്ങനെ പോയാ കളി എനിക്ക് ടെൻഷൻ കൂടി. അടിയണോ ഇനി അങ്ങനെ ശ്രദ്ധിക്കണ്ടേട്ടെ. ഇനി ഡിഫെൻഡിങ് ഒക്കെ നോക്കണം. അമ്മാരി റിവഞ്ച് അടിക്കാൻ ചാൻസ് ഉണ്ട്. ഡിഫെൻഡിങ് ഇതെന്താണ് 130 പ്ലെയർ ഇത് പറയാനുള്ളത്. പെനാൽറ്റി ഗോള് ഇനിയാണ് ശ്രദ്ധിക്കണ്ടേ. നമ്മുടെ ബുഫോനെ വിളിച്ചെങ്കിൽ ബുഫോൺ കുറച്ച് 132 പ്ലോട്ടൊക്കെ എന്ത് ചെയ്യാനാടാ. ഓക്കെ ഗോള് കിട്ടിയടാ. വരും എന്താടാ കാണിക്കണത്? അറിയില്ല സത്യം പറയും എന്താ കാണിക്കണേന്ന്. സേവ് ചെയ്താ ലാസ്റ്റ് ടൈമിലൊക്കെയാണ്
സേവ് ചെയ്താ പോലെ ഇങ്ങനെയൊക്കെ കളിക്കുമ്പോഴാണ് തോന്നുന്നത്. ജയിച്ചാ പ്ലെയർ ഓഫ് ദ മാച്ച് കൊടുക്കണമെങ്കിൽ ഒരു ഗോളിന്റെ അപ്പൊ പോയ മുന്നോട്ടേക്ക് പോയനെ. ഓക്കെ, ഇത് കിട്ടിയ എന്തായാലും ഫ്രീ ആയിട്ട് ഇനി കളിക്കാൻ. ഇത് ഫുള്ള് റാങ്കപ്പ് അല്ല, പിന്നീട് 18, 19, 20. 1, 2, 3, 4, 5. അപ്പൊ 121 ആക്കാൻ പറ്റും നമുക്ക്. അപ്പൊ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, സപ്പോർട്ട് ഒക്കെ ചെയ്യണേ. അപ്പൊ ഓക്കെ, ബൈ.